ഒരു ജിയോ ടെക്നിക്കൽ സർവേ പലയിടങ്ങളിൽ ഇപ്പോൾ പണി നടക്കാൻ പോകുന്ന ഇടങ്ങളിൽ മണ്ണിന്റെയും പാറയുടെയും ഘടന, അതുപോലെ തന്നെ ഭൂഗർഭ ഉറവകളുടെ സാന്നിധ്യം, പ്രത്യേകിച്ചും മഴക്കാലത്താണ് ഇനി ബാക്കി പണി ചെയ്യാനുള്ളത്. അപ്പോൾ ഈ തരം, ഗുണനിലവാരം, അതുപോലെ തന്നെ ബെയറിംഗ് കപ്പാസിറ്റി എത്രത്തോളമുണ്ട്, ഭൂഗർഭ ജലത്തിന്റെ സാന്ദ്രത, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ ഘടന എന്താണ്, അങ്ങനെയുള്ള ഒരു ജിയോ ടെക്നിക്കൽ സർവേയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ മാത്രമേ ഇപ്പോൾ നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ കാണുന്ന ആശങ്ക, അതിപ്പോൾ ഈ വിള്ളലുണ്ടായ പ്രദേശത്തൊക്കെ ബസ് നിർത്തി അവിടെ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയി മറുഭാഗത്ത് നിൽക്കുന്ന മറ്റൊരു ബസ്സിൽ കയറി പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്ത് ഈ ആശങ്കയെ നമുക്ക് നിർത്താൻ കഴിയില്ല. ഈ റോഡിലൂടെ നമുക്ക് അതിവേഗ സഞ്ചാരത്തിനാണല്ലോ 8 മണിക്കൂർ എടുക്കുന്നിടത്ത് 2.5 മണിക്കൂർ കൊണ്ട് എത്താനാണ് ഈ പാത പണിയുന്നത്. അപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ അണക്കെട്ട് നിർമ്മാണം പോലെയുള്ള ഉറപ്പോടെയുള്ള ഒരു പൈലിംഗ്, ബലപ്പെടുത്തൽ അതൊക്കെ ഉണ്ടാകേണ്ടതാണ്. വയൽ നികത്തിയാൽ അപകടമാണ് എന്ന് നേരത്തെ മാഡം സൂചിപ്പിച്ചല്ലോ. അവിടെ കൂരിയാട്, കൊളപ്പുറം, കുറ്റൂർ പാടശേഖരങ്ങളുണ്ട്, വേങ്ങരത്തോടും അതുപോലെ തന്നെ കൈതത്തോടുമുണ്ട്. അതേക്കുറിച്ചൊക്കെ ഇപ്പോൾ ഈ ബഹളം വെക്കുന്ന അവിടുത്തെ MLA, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവൊക്കെ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എല്ലാ മുഹമ്മദ് റിയാസിനെ മാത്രം കുറ്റം പറയുമ്പോൾ ഇപ്പുറത്ത് UDF പ്രതിഷേധവുമായി നിൽക്കുമ്പോൾ എത്രമാത്രം ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്താൻ അവിടെ നിന്നുള്ള MLA മാർ ശ്രമിച്ചിട്ടുണ്ട്. ഈ തോടിൻ്റെയൊക്കെ ഘടന അവർക്ക് നന്നായി അറിയാമല്ലോ. കുറേ വോട്ട് ചോദിച്ച് അതിലേക്ക് ഒരു 10-40 വർഷമായി നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് അറിയിച്ചില്ല, അല്ലെങ്കിൽ അതിൽ ഇടപെട്ടില്ല, ഇപ്പോൾ വന്ന് മുതലക്കണ്ണീർ ഒഴുക്കുന്നതാണോ എന്ന ഒരു സംശയം കൂടി ജനങ്ങൾക്ക് തോന്നും. പാതയിൽ പാളിയിട്ടുണ്ട്, അത് പരിഹരിക്കാൻ NHAIക്ക് കഴിയണം.